കേരളത്തിലെ 3 സിറ്റിംഗ് എംഎൽഎമാർ തന്റെ അടുത്തുവന്ന് ബിജെപിക്കൊപ്പം സഹകരിക്കാൻ സന്നദ്ധത അറിയിച്ചിരുന്നതായി സംവിധായകൻ മേജർ രവി. എന്നാൽ ബിജെപി നേതൃത്വത്തിൽ നിന്ന് ആവശ്യമായ അനുമതി ലഭിക്കാത്തതിനാലാണ് ഈ നീക്കം നടക്കാതെ പോയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അവർ ഇപ്പോഴും തയ്യാറാണ്, യാതൊരു ഉപാധികളുമില്ലാതെ ബിജെപിയിൽ ചേരാൻ തയ്യാറാണ് എന്നാണ് അവർ പറഞ്ഞത്. നിലവിലെ അവരുടെ പാർട്ടികളിൽ അവർ തൃപ്തരായിരിക്കില്ല, മേജർ രവി ടെലിവിഷൻ ചാനലിനോട് പറഞ്ഞു. കോൺഗ്രസിൽ ആഭ്യന്തര കലാപമാണ് നടക്കുന്നത്. കേരളത്തിൽ തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കാൻ ബിജെപി ജനകീയ മുഖങ്ങളുള്ള ആളുകളെ മത്സരിപ്പിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. നിലവിൽ ഒരേ മുഖങ്ങൾ തന്നെയാണ് പാർട്ടി തെരഞ്ഞെടുപ്പുകളിൽ ഇറക്കുന്നതെന്നും ഇത് മാറ്റിയെടുക്കണമെങ്കിൽ ജനങ്ങൾക്കിടയിൽ പ്രശസ്തരായവർക്ക് അവസരം നൽകണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുകയും ചെയ്തു. ശശി തരൂരിനെ ഒപ്പം നിർത്താൻ ബിജെപി തയ്യാറാകണമെന്ന് മേജർ രവി പറഞ്ഞു. ശശി തരൂർ ബുദ്ധിജീവിയാണ്, ആഗോള ധാരണയുണ്ട്, ഐക്യരാഷ്ട്രസഭയുടെ ഉന്നത പദവിയിൽ ഇരുന്ന ആളാണ്, ഒരു രാജ്യത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന ധാരണയുള്ളയാളാണ്, ജനങ്ങൾക്കിടയിൽ പ്രശസ്തനാണ്. നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ കേരളത്തിൽ വ്യത്യസ്ത സ്വഭാവമാണ്. അത് മാറ്റിയെടുക്കണമെങ്കിൽ ജനങ്ങൾക്കിടയിൽ പ്രശസ്തരായ ആളുകൾ വേണം. അതുകൊണ്ടാണ് ശശി തരൂരിന്റെ പേര് പറഞ്ഞത്. നേരത്തെ ബിജെപിയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് താൻ പ്രവർത്തിച്ചിരുന്നുവെന്നും എന്നാൽ തന്നേക്കാൾ കഴിവുള്ള ആളുകൾ പാർട്ടിയിലുള്ളതുകൊണ്ട് കൂടുതൽ സജീവമായിരുന്നില്ലെന്നും മേജർ രവി വ്യക്തമാക്കി. തന്റെ നിലപാട് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിനെയും അറിയിച്ചിരുന്നു. പാർട്ടിയിൽ നിന്ന് അധികാരം ലഭിച്ചില്ലെങ്കിലും മറ്റൊരു പാർട്ടിയിലേക്ക് പോകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. താൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്നും പാർട്ടി പദവികൾ വേണ്ടെന്ന് നേതൃത്വത്തോട് അഭ്യർത്ഥിച്ചിരുന്നതായും മേജർ രവി വ്യക്തമാക്കുകയും ചെയ്തു. അതേസമയം ഇന്ത്യ ചൈന നയതന്ത്ര ചർച്ചകളെ സ്വാഗതം ചെയ്ത് മുതിർന്ന കോൺഗ്രസ് നേതാവ് ശശി തരൂർ നിലവിലെ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത് അത്യന്താപേക്ഷിതമായ ഒരു നടപടിയാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അമേരിക്കയുടെ സമ്മർദ്ദങ്ങൾ മറികടക്കാൻ ചൈനയുമായുള്ള ഭിന്നതകൾ പരിഹരിക്കുന്നത് ഇന്ത്യയെ സഹായിക്കുമെന്നും തരൂർ ചൂണ്ടിക്കാണിച്ചു. ഒരേ സമയം 2 വൻശക്തികളായ അമേരിക്കയെയും ചൈനയെയും പിണക്കി നിർത്തുന്നത് ഇന്ത്യക്ക് ഗുണകരമല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. റഷ്യയുമായുള്ള ഇന്ത്യയുടെ ശക്തമായ ബന്ധത്തെയും തരൂർ സ്വാഗതം ചെയ്തു. ചൈനയുമായി അടുക്കുന്നതിനെ കോൺഗ്രസ് നേരത്തെ വിമർശിച്ചിരുന്ന സാഹചര്യത്തിലാണ് തരൂരിന്റെ ഈ പ്രസ്താവന എന്നതും ശ്രദ്ധേയമാണ്. റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള നല്ല ബന്ധം രാജ്യത്തിന്റെ താൽപര്യങ്ങൾക്ക് അനിവാര്യമാണെന്നാണ് തരൂരിന്റെ നിലപാട്. എന്തായാലും കോൺഗ്രസുകാർക്ക് ഇപ്പോൾ എതിർക്കപ്പെടുന്ന ഒരാളായി മാറിയിരിക്കുകയാണ് ശശി തരൂർ. ശശി തരൂർ കേന്ദ്രത്തിന്റെ പല നടപടികളെയും പുകഴ്ത്തി സംസാരിക്കുന്നത് കൊണ്ട് തന്നെ കോൺഗ്രസിന് അതൃപ്തികരമാണ് ശശി തരൂരിന്റെ നിലപാടും.